അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ വിലപ്പെട്ട 10 ദിനങ്ങളിലാണ് നമുക്കും നിലകൊള്ളുന്നത്. അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ ഇതുപോലൊരു ഖൈറായ ദിനം, അഫ്ളലായ ദിനം വേറെ ഇല്ലെന്നാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഉത്തമ ബോധത്തോടുകൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാരാകട്ടെ. അള്ളാഹു നമ്മെല്ലാവരെയും സജ്ജനങ്ങളെ കൂട്ടത്തിൽ ചേർത്ത് തന്നു, നമ്മെല്ലാവരെയും മുത്തക്കിങ്ങളെ കൂട്ടത്തിൽ ചേർത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, മഹാനായ ഹുളൈർ ദുമിയാത്തി റളിയല്ലാഹു അൻഹു അവിടുന്ന് നിഹായത്തുൽ അമൽ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചു വെച്ച ഒരു ദിക്ർ, പരിശുദ്ധ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ചൊല്ലേണ്ടതായ ഓരോ നാളുകളിലും 10 വരേക്കും, അതായത് ദുൽഹിജ്ജ 9 വരേക്കും ചൊല്ലേണ്ട ഒരു ദിക്ർ. ഓരോ നാളുകളിൽ ഈ ഒരു ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന പ്രതിഫലം നമ്മുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സർവ്വ പാവങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. സർവ്വ പാവങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ ദിക്ർ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെ ഓരോ നാളുകളിലും 10 തവണ വീതം ഈ ഒരു ദിക്ർ നമുക്ക് ചൊല്ലാൻ കഴിയണം. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൽ ലയാലി വദ്ദുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അംവാജിൽ ബുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ നബാതി വശ്ശജർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൽ ഖത്രി വൽ മطر, ലാ ഇലാഹ ഇല്ലല്ലാഹു عدد لمح العيون، لا إله إلا الله خير مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور. ഈ ഒരു ദിക്റാണ് നമുക്ക് 10 തവണ വീതം ചൊല്ലാനുള്ളത്. ഈ ഒരു ദിക്ർ 10 തവണ വീതം ഓരോ നാളുകളിൽ ദുൽഹിജ്ജ 9 വരേക്കുമുള്ള ഓരോ നാളുകളിൽ ഓരോരുത്തരും പകർത്തുക. ഏത് സമയത്തും ചൊല്ലിയാലും നമുക്ക് പറ്റും. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാരാകട്ടെ. ഇതുപോലത്തെ നല്ല ദീനിയായ ഉലൂമുകൾ പഠിച്ച് ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മരിക്കുന്ന വേളയിൽ ഈമാനോടുകൂടെ നല്ല സ്ഥലത്ത് വെച്ച്, നല്ല സമയത്ത് വെച്ച് നമുക്ക് മരിക്കാൻ എല്ലാ കടപാടുകൾ കൊടുത്ത നല്ല നിലക്ക് സന്തോഷത്തോടുകൂടെ എല്ലാവരോടും പൊരുത്തു ചോദിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.